ഹായ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളെ യൂട്യൂബ് ചാനൽ നിർത്തിയത് വെച്ചാൽ ഞങ്ങൾ ഇന്നുള്ളത് ആൻറ്റിയുടെ വീട്ടിലാണ്. അപ്പോൾ ഇന്നലെ വരേണ്ടതായിരുന്നു, ഇന്നലെ വരാൻ കഴിഞ്ഞത് ഹോസ്പിറ്റലിലെ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയി. അപ്പം സത്യം പറഞ്ഞാൽ ഇന്നലെ അവിടെ അഡ്മിറ്റ് ആവേണ്ടതായിരുന്നു, എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് ഞങ്ങൾ അഡ്മിറ്റ് ആവാതെ പോന്നു. അപ്പം ഇന്ന് ഇവിടെ വരുന്നോ ഇവിടെ എത്തുന്നോ ഒട്ടും പ്രതീക്ഷയില്ല കേട്ടോ. അപ്പം മക്കളെ വെക്കേഷനൊക്കെ കഴിയാനായി, ഇനിയിപ്പോൾ ഒന്നും ഇങ്ങനെ വരാനോ പോകാനൊന്നും കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. ഇവിടെയുള്ള ചെറിയ ചെറിയ വീഡിയോസ് എനിക്ക് എടുക്കാൻ കഴിയുകയാണെങ്കിൽ, ഉള്ളത് അധികം സമ്മതിക്കുന്നില്ല ഒരു വീഡിയോസുകളൊന്നും എടുക്കാൻ. കാരണം അയ്യോ എൻ്റെ വിഷമില്ല, എൻ്റെ വീട്ടിൽ ഡ്രസ്സൊന്നും എടുക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓരോരുത്തർ നടക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇവിടെയുള്ള ചെറിയ ഷോർട്ട് വീഡിയോ കേട്ടോ, അത്രയേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് ഹാപ്സ് വീഡിയോസോ ഫേസ് വീഡിയോസോ അങ്ങനെയായിട്ടൊന്നുമില്ല വന്നത്. അപ്പം ഇങ്ങനെ ഒരു വീഡിയോസ് ഞാൻ പറയാമെന്ന് വിചാരിച്ചു നിങ്ങൾക്ക്. അപ്പം ഇവിടെ കുറച്ച് ഈ വീട്ടിൻ്റെ ഉള്ളിൽ നടന്ന ഉള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഞാനിന്ന് കാണിക്കാം. എനിക്ക് ചെറിയ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഇതാണ് എൻ്റെ അപ്പുണ്ണി. അപ്പുണ്ണി വാ, ഹായ് ബൈ, ഹായ് ബൈ, ഹലോ ഹലോ പറയ്, ഹലോ പറയ്, ഉമ്മ കൊടുക്ക്, ഉമ്മ കൊടുക്ക് ഇല്ലേ. ഇതാണ് എൻ്റെ അപ്പുണ്ണി. അപ്പുണ്ണിനെ അധികം അപ്പുണ്ണി വീഡിയോയിലൊന്നും വരാറില്ല കേട്ടോ. വറ്റാറില്ല എന്ന് പറയുന്നത് എനിക്ക് സത്യം കേൾക്കില്ല. വന്നു കഴിഞ്ഞാൽ ഞാൻ പറയുന്നതും കേൾക്കില്ല, ഇവ പറയുന്നതും കേൾക്കില്ല, മൊത്തത്തിലുള്ള. പക്ഷേ അപ്പം ഞങ്ങൾ ഈ വീട്ടിലുള്ള മോൾ വശത്തുള്ള സംഭവങ്ങളും കാണിക്കാം. അതിന് താഴെയുള്ള ഒരു സെറ്റിങ്സും കാര്യങ്ങളും ഒക്കെ കാണിക്കാം. അതിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവവും കാണിക്കാം. അപ്പം ഫസ്റ്റ് ഞങ്ങൾ ഇരിക്കുന്നത് ബാൽക്കണിയിലാണ് കേട്ടോ. ഈ ബാൽക്കണിയിൽ ഞങ്ങൾ ഫസ്റ്റ് കാണിക്കാം. ഇതാണ് ബാൽക്കണി. അത്രയും വലിയൊരു ഹോൾ പോലെ കേട്ടോ, വലിയ ബാൽക്കണിയാണ്. ഇനി അടുത്ത ഞാൻ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ബാൽക്കണി കഴിഞ്ഞാൽ അടുത്ത ഡൈനിങ് ഹാള് പോലെ, നമ്മൾ ഡൈനിങ് ഹാള് പോലെ ഒരു ഹോളാണുള്ളത്. എന്നിട്ട് ഞങ്ങൾ വന്നാൽ മൊത്തം വാരി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലൊരു ഹോളാണ് ഉള്ളത്. പിന്നെ ഇതിലൊരു ബെഡ്റൂം, 2 ബെഡ്റൂമാണ് ഉള്ളത്. അപ്പോൾ അതിൽ ഒരെണ്ണമാണ് ഇത്. എന്താ ലൈറ്റ് AC ഉള്ള റൂമാണ്, മുകളിലാണ്. ഇതിപ്പോൾ ഞങ്ങൾ മുകളിലാണ് ഈ വീഡിയോസിന് എടുക്കുന്നത്, അതുകൊണ്ടാണ് മുകൾ വശം ഫസ്റ്റ് തന്നെ കാണിക്കുന്നത്. ഇതൊരു റൂമാണ്. സെക്കൻഡ് പാർട്ട് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇവിടെ ദിവാമത്ത് വരുന്നുണ്ട്. ദിവാമത്ത് സ്പേസ് ഉണ്ട്. രണ്ടാമത്തെ റൂമും അതുപോലെ തന്നെയാണ്. രണ്ടാമത്തെ റൂമും അതേപോലെ തന്നെ ആണ്. ബാത്റൂമുണ്ട്. ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവിച്ചാൽ നിങ്ങൾ നേരെ ഇങ്ങോട്ട് നോക്കും, താഴോട്ട് നോക്കും. ഇവിടെ നിന്ന് കാണിച്ചു ഞാൻ എന്താണ് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു സംഭവം. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ അതേപോലെ താഴെയുള്ള ഒരു പൂജാമുറി സെറ്റിങ്സ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ താഴോട്ട് ഇറങ്ങിയില്ല, മുകളിലാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ താഴോട്ട് ഇറങ്ങിയിട്ട് ബാക്കി കാര്യങ്ങൾ കാണിക്കാം. അപ്പുണ്ണി വാ, അപ്പുണ്ണി വാ. അപ്പുണ്ണിയും കൊണ്ടുവാ. സാധാരണ എല്ലാവർക്കും താഴെ നിന്ന് മുകളിലേക്ക് പോയി, ഞങ്ങൾ നേരെ ഓപ്പോസിറ്റാണ്. ഫുഡ് കഴിക്കാനുള്ള ഇരിക്കുന്നത് ഡൈനിങ് ഹാളാണ്. ഇതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം. ഇഷ്ടപ്പെട്ട സംഭവം. അടിപൊളിയല്ല പറഞ്ഞാല്. അപ്പം ഊഞ്ഞാലിന്റെ ബാക്ക് വശത്തല്ല ബാക്ക്
നോക്കിയോ? ആ, ഇതാണ് ഗസ്റ്റ് വന്നാലിരിക്കുന്ന ഹാൾ കേട്ടോ. നേരത്തെ കാണിച്ചത് ഫുഡ് കഴിക്കാൻ ഇരിക്കുമ്പോൾ കുറച്ച് പേർക്കൊക്കെ അവിടെ ഇരിക്കാൻ വേണ്ടി ചെറിയ ഓപ്പോസിറ്റ് കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. നോക്കിയ സംഭവമാണ് ഗസ്റ്റ് വന്നിരിക്കുന്നത്. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂജാമുറി. ഞാൻ സ്വന്തമായിട്ട് വീട്ടെടുക്കുകയാണ് ദൈവമായിട്ട് സെറ്റ് വാങ്ങണം. എനിക്ക് ദൈവത്തിനൊക്കെ കൊണ്ടുപോയി വെക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ദൈവം സഹായിച്ച് നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇവിടെയും താഴെ 2 ബെഡ്റൂമുള്ളത്. ആ ബെഡ്റൂമിൽ ചെറുതായിട്ടൊന്ന് കാണിക്കാം കേട്ടോ, കാരണം 2 ബെഡ്റൂമിലും ആളുണ്ട്. അമ്മനോട് ചോദിക്കുക, എടുക്കല്ലേ ടാങ്കിലെ വെള്ളത്തിലിടും ഇങ്ങനെ ഇതിലേക്ക് വാ. രണ്ട് റൂമിലും ആളുണ്ട് ഗൈസ്. ഞങ്ങൾക്ക് അധികം താഴത്തെ റൂം കാണിക്കാൻ പക്ഷെ ടൗസറടെ വീഡിയോയിൽ പെട്ടുപോകും. ടൗസറടെ ആയില്ല. അപ്പോൾ മോൻ കുളിച്ച് വന്നതാണ്, ഡ്രസ്സൊന്നും മാറിയതാണ്. അപ്പോൾ ഞാൻ 2 റൂമിൽ താഴത്തെ റൂമിൽ ആളുണ്ടായിട്ട് ചെറുതായിട്ട് കാണിച്ച്. ഇനി ഇതിൻ്റെ ഒരു ഫ്രണ്ടിൽ കാണണ്ടേ? ഫ്രണ്ടിൽ എങ്ങനെയാണ് ഊഞ്ഞാല പെയിൻ്റ് അടിച്ച് വെച്ചോളൂ. അപ്പോൾ സെറ്റാക്കില്ല, ഒന്നും കൂടെ റെഡിയാക്കാനൊക്കെ ഉണ്ട്. ഇതിൽ ഇരിക്കാൻ എനിക്ക് സത്യം പറഞ്ഞ പേടിയുണ്ട്, കാരണം സെറ്റാക്കി വെച്ചിട്ടില്ല എന്ന് തോന്നുന്നു. സെറ്റാക്കി തോന്നുന്നുണ്ട്. ഏകദേശം എന്തൊക്കെയോ റെഡി ആക്കാറുണ്ട്. പിന്നെ അതുപോലെ ഒരു ഊഞ്ഞാലുണ്ട്. ഇനി ഈ വീടിൻ്റെ മെയിൻ ലുക്ക് കാണിക്കാം. ഞാൻ മെയിനായിട്ടുള്ളൊരു ലുക്ക് ഞാൻ കാണിക്കാം. എനിക്ക് ഇതുപോലെ 2 വീട് എക്സ്ട്രാ വേറെ ഉണ്ട് കേട്ടോ. അപ്പം ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വീട് ഇതാണ്. മറ്റ് 2 വീടുകളും കുഴപ്പമില്ല, അടിപൊളിയാണ്. പക്ഷേ ഇതൊരു പ്രത്യേക ലുക്കും കാര്യങ്ങളും അന്തരീക്ഷമൊക്കെ ഭയങ്കര ഇതാണ്. അപ്പം മെയിൻ ലുക്ക് ഞാൻ കാണിക്കാം. മെയിനായിട്ടുള്ള ലുക്ക് നമ്മൾ പുറത്തേക്കൊന്ന് ഇറങ്ങണം, ഗേറ്റ് ഓപ്പൺ ചെയ്യണം. എടുക്ക് അപ്പം ഞാൻ ലോക്ക് തുറന്നാണ്. ഇതിൻ്റെ മെയിൻ ലുക്ക് ഫുള്ളായിട്ട് എനിക്ക് ഈ ടൗസറുടെ ഋഷുവിടെ തുറക്കണം. ഇങ്ങനെ ഫുള്ളും കാണാം, അതിൻ്റെ ആവശ്യമുണ്ട്. ഋഷുവിനെ പെടുത്തിയില്ലല്ലോ. ആ ഡ്രസ്സ് അറിയില്ല. അതിൻ്റെ മുകളിൽ പച്ച ഷീറ്റ് ഇട്ടുണ്ട്. അതൊന്ന് കാട്ടി ഈ സൈഡിലിരിക്കുന്നോ. എൻ്റെ ക്യാമറമാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ക്യാമറ വന്നിക്കും. ഓക്കെ, വെയിൽ കാരണം കാണുന്നുണ്ടോയെന്ന് അറിഞ്ഞൂടാ. ലൈറ്റ് ചെറിയ വെയിലുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് മെയിൻ ലുക്ക്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മക്കളുടെ ബെല്ലൈക്കനും കൂടെ അമർത്തിയാൽ ഞാൻ ഇട്ടുന്ന വീഡിയോസ് കാണാൻ പറ്റുള്ളൂ, നോട്ടിഫിക്കേഷനും കിട്ടത്തുള്ളൂ. ഓക്കെ, ടേക്ക് കെയർ, ബൈ.